പാർട്ടി സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കുന്ന ആളല്ലേ. അപ്പം പിന്നെ എങ്ങനെയായിട്ട് സപ്പോർട്ട് ചെയ്യും? മേലോട്ട് അത് കോൺഗ്രസിൻ്റെ ഭാവിയെ ബാധിക്കും. അവസാനം എല്ലാ നദിയും കടലിൽ ചേരുന്ന പോലെ എല്ലാ BJP പോകും. BJP ആയിരിക്കും അവസാനത്തെ ഭാരതത്തിലെ ഭരണം. ഇതൊക്കെ കാണുന്നവരോ ഇത് കാണുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരണമെങ്കിലും യഥാർത്ഥ സത്യം എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ LDPയിൽ എത്ര കേസുകൾ നിൽക്കുന്നു, അവരെയൊക്കെ ഇതേപോലെ അറസ്റ്റ് ചെയ്യാത്തത്. നമ്മൾ പൗരനായിട്ട് ജീവിക്കണമെന്ന് നമുക്ക് തോന്നലുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചിരിക്കും. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഓരോന്നും ഇങ്ങനെ തിര വരും പോലെ വരും, അത് പോകും, അത് മാഞ്ഞു കഴിഞ്ഞ് അടുത്ത് വരും. വീണ്ടും ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് വന്നെത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ കുറച്ചു കാലം മുൻപ് വരെ ഇവിടെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുള്ളതിനാൽ കോൺഗ്രസിന് അനുകൂലമായിരുന്നു കാര്യങ്ങൾ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം കോൺഗ്രസിന് തന്നെ തലവേദനയായിരിക്കുകയാണ്. ഇത് തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തിരിച്ചടിയാകുമോ? ജനങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്. ഈ രാഹുലിനെതിരെ വരുന്ന വിവാദങ്ങളോട് എന്താ പറയാനുള്ളത്? അത് സത്യസന്ധമായിട്ട് തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ചെറുപ്പക്കാരൻ്റെ പേരിൽ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. യുവതി കൊടുത്തിരിക്കുന്ന പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടായിരിക്കോ? ഉണ്ടായിരിക്കാം, നമുക്കറിയാൻ പാടില്ലല്ലോ. എന്തായാലും അദ്ദേഹത്തെ പരസ്പരം ഉള്ള ഇതിനല്ലേ, അല്ലാതെ ഒരാളിന് ഇഷ്ടമില്ലാതെ വേറൊരാളൊന്നും ചെയ്യില്ല. തിരിച്ചടിയാവുന്നിട്ട് ഈ രണ്ട് ഭാഗത്തും കുഴപ്പങ്ങളുണ്ട്. ഒരു പാർട്ടി ഒന്നും പറയുന്നുള്ളൂ, മറ്റേ ഒന്നും പറയും. രണ്ടുപേരെയും കാര്യങ്ങൾ പറയുന്നില്ല. മുകേഷിനെ കുറിച്ചൊന്നും പറയാത്ത ഇല്ലേ? ഇപ്പോൾ ഇവരെ മാത്രം കുറ്റം അപ്പോൾ പൊതുജനം ഇത് കേൾക്കുമല്ലോ, അപ്പോൾ അവരിത് കേൾക്കുന്നില്ല. പിന്നെ ഇവിടെ കുഴപ്പമുള്ളത് ഇപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യം കൊണ്ട് പിണറായിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. കോൺഗ്രസിനകത്തൊരു ഐക്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അവസാനം എല്ലാ നദിയും കടലിൽ ചേരുന്ന പോലെ എല്ലാ BJP പോകും. BJP ആയിരിക്കും അവസാനത്തെ ഭാരതത്തിലെ ഭരണം. കോർപ്പറേഷൻ എന്തെങ്കിലും പിടിക്കാൻ സാധ്യത കാണുന്നുണ്ട്? കാരണം BJP അതെ സാധ്യതയുണ്ട്, പല സ്ഥലങ്ങളിലും കൂടുതലുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ. അത് കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ട് മാറുമെന്ന് തോന്നുന്നു. മാറൂല. വികസനവും അവരുടെ പദ്ധതികളും മാത്രമേ വിഷയമാവുള്ളൂ, അല്ലാതെ ഈ ഇൻഡിവിജ്വൽ പ്രശ്നങ്ങളൊന്നും വിഷയമാവില്ല. അത് അവരെ മാത്രമേ ബാധിക്കൂ. അവരെയോ ഷാഫി പറമ്പിലിനെ ആരെങ്കിലും മാത്രമേ ബാധിക്കൂ. ആ കൂട്ടുകെട്ടിനെ ബാധിക്കും, അല്ലാതെ ഇത് ഇലക്ഷനെ ബാധിക്കില്ല. നമ്മുടെ കേരളത്തിൽ ഒരു ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട് കോൺഗ്രസിന് അനുകൂലമാണ് കുറേയധികം കാര്യങ്ങൾ. ഇപ്പം ചെറിയ മാറ്റം വ്യത്യാസമുണ്ട്, ചെറിയൊരു പഠനക്കാലം ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഉയർന്നു വരുമ്പോൾ അത് കോൺഗ്രസിന് തിരിച്ചടിയാവുമെന്ന് തോന്നുന്നുണ്ടോ? കുറച്ചൊക്കെ വ്യത്യാസം വരും. ആ മാങ്കൂട്ടം കാരണം വെച്ചാൽ ഇതൊക്കെ കാണുന്നവരോ ഇത് കാണുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരണമെങ്കിലും യഥാർത്ഥ സത്യം എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. സത്യം കുറേയൊക്കെ സത്യമുണ്ട്, അസത്യമുണ്ട്. രാഹുലിനെതിരെ ഉയർന്നു വരുന്ന വിവാദങ്ങൾ സത്യമായിരിക്കുന്നു തോന്നുന്നുണ്ടോ? ഇതൊക്കെ ബോധ്യപ്പെടുന്ന കാര്യങ്ങളില്ല. കേസാന്വേഷണം അവരായിട്ടുള്ള ബന്ധമല്ലേ, അപ്പോഴതായിട്ടുള്ള അവരെ തീരുമാനിക്കണമല്ലേ. നമുക്കെന്ത് പറയാൻ പറ്റും? ഞാൻ ഇതിൽ നിഷ്പക്ഷമാണ്. ആരെ ന്യായീകരിച്ചും അനുകൂലിച്ചും പറയല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എല്ലാം അവർ തമ്മിലൊരു അണ്ടർഗ്രൗണ്ടാണ്. ഇപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും അവർ തമ്മിലൊരു അണ്ടർഗ്രൗണ്ടാണ്. ജനങ്ങളെ മാത്രം ഓരോന്നും പറഞ്ഞു പറ്റും. അതാണ് യഥാർത്ഥ ശരി. അവരെല്ലാം ഒരു കയ്യിൽ തന്നെ ഇരുന്ന ഒരു ഇലയിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, രാഷ്ട്രീയക്കാരല്ല. നമ്മളെ പോലെ ജനങ്ങൾ ഇതാണ് കുട്ടികളെ പോലെ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം കോൺഗ്രസിന് തിരിച്ചടിയാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അത് ചുമ്മാ പറയുന്നതാണ്. അത് ഈ രാഷ്ട്രീയ പവമൊക്കെ ചെയ്യുന്നതാണ്, അല്ലാതെ വേറൊന്നുമല്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നല്ലോ. കേസെന്ന് പറഞ്ഞാൽ ആർക്കും എവിടെ വേണോ കൊടുക്കാം, അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ അല്ലാതെ അല്ല, നേരത്തെ കൊടുക്കാമല്ലോ, അതേ ഉള്ളൂ. വൻപിച്ച അതിലൊന്നുമല്ല. കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ LDPയിൽ എത്ര കേസുകൾ നിൽക്കുന്നു, അവരെയൊക്കെ ഇതേപോലെ അറസ്റ്റ് ചെയ്യാത്തത്, അതുപോലെ അവരെ പിടിക്കാത്തത്. അപ്പോൾ ഇത് മനഃപൂർവ്വം രാഷ്ട്രീയ പോക്ക് മാത്രമേ ഉള്ളൂ, അല്ലാതെ അത് തിരഞ്ഞെടുപ്പിനെ ഇല്ലല്ലോ. ഒരു ബാധിക്കില്ല. വൻപിച്ച പുരുഷത്വം എല്ലായിടത്തും UDP ചെയ്യും. ഇങ്ങനെ വരുന്നത് നമുക്ക് ഈ ഇത് അറിയാമല്ലോ, നല്ലതാവും ചീത്തയാവും എന്നുള്ളത് ഒരു ഇതുണ്ടല്ലോ. നമ്മൾ ഭരിക്കേണ്ടവർ നേരെ രീതിയിൽ പോയാൽ എല്ലാം കറക്റ്റാവും, മനസ്സിലായോ? ഇപ്പം അവർ വന്നാൽ നമ്മൾ തോറ്റ് കളയോ, അവർ ജയിച്ചാൽ നമ്മൾക്ക് ഇതാവുമോ, തോറ്റ് അങ്ങനെയല്ല. നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ ജയിക്കും. നമ്മൾ പൗരനായിട്ട് ജീവിക്കണമെന്ന് നമുക്ക് തോന്നലുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചിരിക്കും. അത് ആര് എന്ത് ചെയ്തിരുന്നാലും നമുക്ക് കിട്ടും അതിൻ്റെ അനുഭവം, അല്ലേ? ഇത് തേക്കോ തോക്കോ എന്ന് കേട്ടാൽ അതിന് അർത്ഥമില്ല. നമ്മളായിട്ടിരുന്ന ജയിക്കും. ഈ ഉയർന്നു വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം അവർക്ക് തിരിച്ചടിയാവുമെന്ന് തോന്നുന്നുണ്ടോ? ജനങ്ങൾക്ക് ഈ പ്രാദേശികമായിട്ട് ജനങ്ങൾക്ക് അതൊന്നും
അറിയില്ല. അവർ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി വോട്ട് ചെയ്യുന്നവരാണ്. ഈ രാഹുൽ മാങ്കൂട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ബലവശമില്ല. പ്രാദേശികമായ എന്ത് കാര്യമാണോ അതനുസരിച്ചാണ് അവർ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓരോന്ന്, അതങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈ ഒരു സമയത്ത് വരുമ്പോൾ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇറക്കുന്ന ഒരു പ്രചാരണമായിട്ട് തോന്നുന്നുണ്ടോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം? ഇത് എല്ലായ്പ്പോഴും ഉള്ളത് തന്നെ. ഏതെങ്കിലുമൊക്കെ ജനങ്ങളെ കുത്തിത്തിരിച്ച് അവരെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാവും. അത് എല്ലായ്പ്പോഴും ഉള്ളതാണ്. പക്ഷേ ബുദ്ധിയുള്ള ജനങ്ങൾ അത് കണ്ടേ വോട്ട് ചെയ്യുള്ളൂ, മനസ്സിലാക്കി വോട്ട് ചെയ്യും. മനസ്സിലാക്കി വോട്ട് ചെയ്യുള്ളൂ. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോന്ന് ഇങ്ങനെ തിര വരും പോലെ വരും, അത് പോകും, അത് മാഞ്ഞു കഴിഞ്ഞ് അടുത്ത് വരും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ജനങ്ങൾക്ക് യാതൊരു പുത്തരിയല്ല. ഇതുപോലെ എത്രയോ കേസുകൾ ഉമ്മൻചാണ്ടിക്കെതിരെ വന്നു, ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ വന്നില്ലേ. ഇതൊക്കെ ഇങ്ങനെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഇലക്ഷൻ സമയത്ത് വരുമ്പോൾ അത് കോൺഗ്രസിന് തിരിച്ചടിയായിട്ട് മാറും. എന്നാലും രക്ഷപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് അവർ നല്ല കാര്യങ്ങൾ ചെയ്യുക, പാവങ്ങളെയൊക്കെ നല്ലതല്ല നോക്കുക, അതൊക്കെ ആകുമ്പോൾ അവർ ജയിച്ചു വരും. പക്ഷെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം കോൺഗ്രസിനൊരു തിരിച്ചടിയായിട്ട് മാറുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും മാറും. പിന്നെ ജനങ്ങളുടെ മനസ്സിൽ പിടിച്ചു പോയില്ലേ, പാർട്ടി സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആളല്ലേ. അപ്പം പിന്നെ എങ്ങനെയായിട്ട് സപ്പോർട്ട് ചെയ്യും? അയാളൊരു പിന്നെ ദുഷ്പ്രവൃത്തി ചെയ്തു, അയാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ അയാൾ ചെയ്യിക്കുന്നത്. ജയിച്ച് നല്ല രീതിയിൽ വന്ന ഒരാൾ ഇത്രയും സ്ത്രീകളൊക്കെ ഉപദ്രവിക്കുമെന്ന് ജനങ്ങൾ സഹിക്കും. അയാൾ വെറും തെമ്മാടത്തോടെ കാണിച്ചത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യ 90% ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നില്ല അയാളെ വെളിയിലാക്കണമെന്ന്. പിന്നെ ഇനി കയറി വരണത് ശരിയുമല്ല. കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയായി. തിരിച്ചടി തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് വെച്ചാൽ ഫേമസ് നേതാവില്ലേ, അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ വളരെ ഫേമസ് ആയ ആളും വളർന്നു വരുന്നൊരു ചെറുപ്പക്കാരനും ഇത് ഇത്ര ജീപ്പ് വഴിക്കൊക്കെ പോകാന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമല്ല. അത് ജനങ്ങൾ വളരെയധികം ചിന്തിക്കും. മേലോട്ട് അത് കോൺഗ്രസിൻ്റെ ഭാവിയെ ബാധിക്കും. പിന്നെ എന്ത് പൊട്ടും ന്യായം പറഞ്ഞാലും ഒന്നും സ്വീകാര്യമാവത്തില്ല.